ആ സുധാകരൻ കാണുമായിരുന്നു. അതാ എടേ ആ കിണ്ടി എന്തിനടി തിരിച്ചു വെച്ചേക്കുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല ദോഷമാണ്. ഞാൻ മാറ്റി വെച്ചേക്കാം. മാറ്റി. ചൂടുവെള്ളം തിളപ്പിക്കട്ടെ കുളിക്കാൻ? ആ കുറച്ച് കഴിഞ്ഞ് മതി. ചായ എടുക്കട്ടെ? ആ ചായ എങ്കിൽ ചായ എടുത്തോണ്ട് വാ. ഡേ ഓ ആ വാനൊന്നിട്ടെ വരുന്നേ. ആ ചായ ചായ. എടി ഇതങ്ങ് തണുത്തല്ലോ. അയ്യോ ഇപ്പൊ 5 മിനിറ്റ് ആയതോളം ഉണ്ടാക്കിയിട്ട്. ചിലപ്പോ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുന്നങ്ങ് തണുത്തായിരിക്കും. എനിക്ക് തണുത്ത ചായ ഇഷ്ടമല്ല. എന്നാ ചൂടാക്കി കൊണ്ട് തരാം. എനിക്ക് തണുത്തിട്ട് രണ്ടാമത് ചൂടാക്കുന്ന ഇഷ്ടമേ അല്ല. എന്നാ ഞാൻ ചായ ഇട്ടോണ്ട് വരാം. വേറെ ചായ വന്നോ? പറഞ്ഞ സാധനമൊക്കെ മേടിച്ചിട്ടാണോ വന്നേ? മോളെ വരുന്ന വഴിക്ക് ആ മൊത്തം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. മാനേജറിന്റെ വായിരിക്കുന്ന ചീത്തവിളിയൊക്കെ കേട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലേ. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട, മേടിച്ചില്ലെന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. അതെ കൊച്ചിന്റെ അച്ഛാ, ഊണിന് എന്താ വേണമായിരുന്നു? സാമ്പാർ ഉണ്ടാക്കുക. സാമ്പാർ ചാറ് കുറച്ചുണ്ടാക്കിയാൽ മതി. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വറുത്താൽ മതി. തല നീ എടുത്തിട്ട് ബാക്കി തന്നാ മതി എനിക്ക്. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എടി പിന്നെ പച്ചമോര് കാച്ചി ഇരിപ്പുണ്ടോ? അയ്യോ ഇല്ലല്ലോ. എന്നാ ഇച്ചിരി അതും കൂടെ ഉണ്ടാക്കിക്കോ. ശരി എന്നാ അങ്ങോട്ട് പോട്ടെ. ചായ ഉണ്ടാക്കി കൊണ്ട് തരാം. ഡേ പച്ചമോര് ഉണ്ടാക്കി ഇരിപ്പുണ്ടോ? ഇല്ലെന്നോ? എന്നാ ഇച്ചിരി അതും കൂടെ ഉണ്ടാക്കിക്കോ കേട്ടോ. മോളെ എനിക്ക് ഭയങ്കര തലവേദന. മനസ്സിലായി, ക്ഷീണിച്ചു വലഞ്ഞു വന്നേല്ലയോ. ഇടുവാണെങ്കിൽ ചായ എനിക്ക് കൂടെ ഒന്ന്. പിന്നെ മധുരം അധികം വേണ്ട, ഞാൻ ഷുഗർ കട്ടാ. വേറെ ലൈം വല്ല ഒഴിക്കണമായിരുന്നോ? കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, പണഞ്ഞതങ്ങ് കേട്ടാ മതി. വെള്ളം എന്തേ? ഇപ്പൊ സ്ഥിരം കുടിക്കും. കേട്ടില്ല. ഇപ്പൊ സ്ഥിരം കുടിക്കുന്നു. ഞാൻ എന്റെ വീട്ടിൽ കുടിക്കും. എന്തോ ഇപ്പം താണ്ടേ അടിക്കുവാണെങ്കിൽ എനിക്കും വേണം. ഒറ്റയ്ക്ക് അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടെ. എടി ഞാനൊരു ചെറിയ പെഗ് മാത്രമേ അടിക്കുന്നുള്ളൂ. നിങ്ങൾ ചെറുതോ വലുതോ എന്തോ വേണേലും വിഴുങ്ങിക്കും, പക്ഷെ എനിക്കൊരു കുപ്പി കിട്ടിയേ പറ്റും. ഞാൻ നിന്നോടൊരു മാല വെച്ചപ്പോ എനിക്ക് തരാൻ പറ്റത്തില്ലല്ലോ. നിന്റെ ആങ്ങളെ വെച്ചപ്പോ കൊടുക്കാൻ എനിക്ക് അറിയാമായിരുന്നല്ലോ. എന്താടി മിണ്ടാത്ത? അല്ല അത് അതെ കൊച്ചിന്റെ അച്ഛൻ തന്നെയല്ലേ എടുത്തേ? ആര്? ഞാനാ? എപ്പ എടുത്തെന്ന? കുടിച്ചോണ്ട് ഓർമ്മയില്ല. എനിക്ക് കുടിച്ചാൽ നല്ല ബോധമുണ്ടടി. മാല ചോദിച്ചാൽ ഞാൻ നിനക്ക് തരാൻ പറ്റത്തില്ല. ഇതിന് ലോൺ എടുത്ത് ആരടി എടുത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞ ഇങ്ങനെ കുടിക്കരുതെന്ന്. ഞാൻ ഇഷ്ടമുള്ളവരെ കുടിക്കും, നിനക്കെന്താടാ? അവിടെ ലോൺ അടപ്പിക്കാൻ നോക്കുന്നു. കച്ചവെടുത്താ കച്ചവെടുത്തോ? എന്താടെ എന്റെ അപ്പൂപ്പൻ പറ്റാ കിടന്ന് കരയുന്നു. പശുവിന് കച്ചവെടുത്തോളൂ. നീ തായ്ലൻഡിൽ പോവാന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലോടാ പട്ടി. മിണ്ടാതെ അവിടെ കിടക്കാവോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ മലേഷ്യ ട്രിപ്പ് പോയിട്ട് വന്നത്. അതിനിപ്പോ എന്താ വേണം? എനിക്കിപ്പോ തായ്ലൻഡിൽ പോണം. നീ ഇപ്പം കിടക്ക്, ഞാൻ കൊണ്ടുപോവാം. എന്നെ കൊണ്ടുപോകണോടാ, നീ കൊണ്ടുപോയേ പറ്റൂ. എനിക്കിപ്പോ തായ്ലൻഡിൽ പോണം. ചേച്ചി അപ്പുറം നമ്മളതിലെ പിരിവിന് വന്നായിരുന്നേ. അയ്യോ അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം വന്നിട്ട് തന്നാ പോരെ? അല്ല ചേച്ചി, ഇനി രണ്ടാമത് പിരിവിന് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാ. അയ്യോ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കാൻ ഞാൻ ഒന്നും ചെയ്യത്തില്ല, അതുകൊണ്ടാ. ശരി ചേച്ചി. എടീ ഫ്ലാറ്റിലെ ന്യൂ ഇയർ പരിപാടിക്ക് നീ 10,000 രൂപ കൊടുത്തോ? അല്ല എന്നോട് പ്രസിഡന്റ് പറഞ്ഞായിരുന്നു. ഞാൻ കൊടുത്തു. അതിനിപ്പോ എന്താ വേണം? അല്ല നീ എന്നോടൊന്ന് ചോദിക്കായിരുന്നു കേട്ടോ. ഞാൻ എന്തോ നിങ്ങളോട് ചോദിക്കുന്നത്? അല്ലേ എന്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നല്ലേ പൈസ എടുത്തേ? നമ്മുടെ ചായക്കല് ഗീതയുടെ കല്യാണമോ, എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടായോ? അവരും നമ്മുടെ വീടായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ? എന്നാലും നമ്മുടെ മോടെ കല്യാണമൊക്കെ വരുമ്പം ആൾക്കാരൊക്കെ വേണ്ടായോ? അത് ഞാൻ എന്താന്ന് വെച്ചാലേ കൊടുത്തോളാം. ആയിക്കോട്ടെ. അതിന് നിങ്ങളോട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് നിമിഷയ്ക്ക് നെക്ലേസ് മേടിച്ചു കൊടുത്തത്. നിമിഷയ്ക്ക് നെക്ലേസോ?
ഞാൻ ഈ വീട്ടിലുള്ളതാ. എന്നാലും സ്വന്തം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇതൊന്നും എടുക്കരുത് കേട്ടോ. അതൊക്കെ എൻ്റെ സേവിങ്സാ, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല കേട്ടോ. എന്നാടി ഈ മാസത്തെ ചെലവിനുള്ള കാശ് പാലിനും പച്ചക്കറിക്കും അരിക്കും എല്ലാത്തിനും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടാ. അയ്യോ ഈ പൈസ എല്ലാത്തിനും കൂടെ തികയത്തില്ലായിരുന്നു. ഉള്ളതൊക്കെ വെച്ച് അങ്ങ് തയ്പ്പിച്ചാൽ മതി. എൻ്റെ ഇത്രേ ഉള്ളൂ. അമ്മേ ബീഫ് മേടിച്ചല്ലയോ? മേടിച്ചല്ലോ കുഞ്ഞെ, അപ്പുറത്തെ ജമീലൊക്കെ തന്നേ. ആണോ? എന്നാ കുറച്ചെടുത്ത് വർക്കും കൂടെ ചെയ്യണേ. അയ്യോ ആകെ ഈ മാസം 500 ഗ്രാം വെളിച്ചെണ്ണ നിന്റെ അച്ഛൻ മേടിച്ചു തന്നേക്കുന്നത്. അതുകൊണ്ട് ഈ മാസം മൊത്തം ഓടിക്കണം, മറക്കാനൊന്നും പറ്റത്തില്ല. അമ്മേ കഷ്ടമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വാഴയില ഇട്ട് മാട്ടിത്തരാം. ആ സുശീലേച്ചി ഇച്ചിരി മുളക് പൊടി വരുമോ? അടുത്ത മാസം അങ്ങ് തിരിച്ചു തന്നേക്കാം. അതെ, നിങ്ങളുടെ ഈ ക്രെഡിറ്റ് കാർഡ് വല്ലതും ഉണ്ടോ? എടി എന്റെ ക്രെഡിറ്റ് കാർഡ് നിന്റെ കയ്യിലില്ലയോ? അത് തീർന്ന്. 3 ലക്ഷം ലിമിറ്റ് ഉള്ള സാധനം നീ തീർത്താ? അത് കഴിഞ്ഞ ആഴ്ച ഷോപ്പിങ്ങിന് പോയില്ലേ, അപ്പൊ 2-3 സാധനം മേടിച്ചല്ലോ, അപ്പോഴത്തേക്ക് തീർന്നു. അതെ ആ കുഞ്ഞിനെ ബാഗ് വേണോന്ന് പറഞ്ഞായിരുന്നു, അവിടെ ബാഗ് പന്നലായി. ബാഗോ? കഴിഞ്ഞ അങ്ങേ വട്ടമല്ലോ ഞാൻ ഒരെണ്ണം മേടിച്ചു കൊടുത്തത്. ഇത്ര വട്ടം നശിപ്പിച്ചോ? വർഷം ബാഗ് മേടിക്കാതിരിക്കോ ഞാനങ്ങ്. ചുമ്മാ അല്ല പൈസ കാണാത്ത ഈ വീട്ടിലൊന്നും. കുഴപ്പമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടുത്തെ പൈസ പോകുന്ന വഴി അറിയത്തില്ല. 100 കൂട്ടം ചെലവുകളാ. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഒന്നുമില്ല. കിഡ്നി? എടി എനിക്ക് നല്ലപോലെ വിശക്കുന്നു. നീ ഫുഡ് വല്ലതും ഉണ്ടാക്കിയേ പെട്ടെന്ന്. എനിക്കൊന്നും മൂടൊന്നുമില്ല, നിങ്ങൾ വല്ല ഓർഡർ ചെയ്യും. എടി എന്നും പുറത്തു വന്നല്ലേ ഓർഡർ ചെയ്യുന്നേ. ഓക്കെ, ഇന്ന് ഓർഡർ ചെയ്യാം. എന്ത് വേണ്ട? എനിക്കൊരു ഫുൾ മസാല ഷവായയും ഒരു ഫുൾ അൽഫാമും പിന്നെ ഒരു 10 പൊറോട്ടയും ഒരു കുബൂസും പറഞ്ഞേക്ക്. ഞാൻ ഇരിക്കട്ടെ. എന്തു അടി ഇത്? നമ്മൾ 2 പേർക്കാണോ ഇത്ര സാധനം? അതെ എന്താ? എനിക്ക് വീട്ടിലൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പ്രേമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് 10-30 വർഷമായി. അവര് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇങ്ങോട്ട്? പിന്നെന്താ ഇപ്പൊ അവരെ കാണാൻ ഇപ്പൊ ഒരു ബോധി? അതെ, വീട്ടിൽ നിന്ന് വിളിച്ച് അങ്ങോട്ടൊന്ന് ചെല്ലാന്. ചെല്ലാനോ? ഇന്നലെ തന്നെ ബാലൻസ് അടി തരാനും വല്ലതാന്നോ? അതല്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല, സ്വീകരിക്കാൻ തയ്യാറാണെന്നാ പറഞ്ഞേ. നമ്മളെയോ? അച്ഛൻ വയ്യാതെ കിടക്കുമെന്ന് പറഞ്ഞു. അയാള് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് അയാൾക്ക് ഇങ്ങനെ ഒരു മോളില്ലെന്ന്? ആവുന്ന കാലത്ത് എന്നെ നോക്കിയില്ല. ഒരു വയ്യായ വന്നപ്പോ നോക്കാൻ വന്നായിരുന്നു അവിടെ നിന്നെ അങ്ങേര്. അങ്ങേർക്ക് വയ്യായ വന്നപ്പോ പോയേക്കുന്നു. അല്ല, ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ അവര് അങ്ങനെ മോളൊന്നും ഇല്ലെന്ന്. എന്തുവാന്നാ അത്? അവർക്ക് ചിലപ്പോ അപ്പുറത്തെ ഒരു വിഷമത്തിൽ പറഞ്ഞ നമുക്ക് പുതിയ കാറൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. കാണാനൊരാഗ്രഹം. ചുമ്മാ അവിടെ വലിഞ്ഞു കയറിയിട്ട് എന്തിനാടി തെറിവിളി കേൾക്കുന്നത്? നമുക്ക് നമ്മള് മതി. അല്ല, അമ്മ പിന്നെ പറഞ്ഞേ, നിങ്ങൾക്ക് ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? കല്യാണമായിട്ട് എല്ലാവരുടെ സമ്മതത്തോടെ നടത്തി തരാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നു, വിളിച്ചോടണ്ടായിരുന്നു. നീയല്ലേ പറഞ്ഞ വീട്ടിൽ പ്രശ്നമുണ്ട്? അന്നേരം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി, അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇപ്പൊ പ്രശ്നമില്ലല്ലോ.